ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഷാരി, നമ്മുടെ മോൾ ഒരു ദിവസം ഇരുന്ന് കരയുന്നത് നമ്മൾക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ആ കരച്ചിലിന് പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് ആ കല്യാണിയെ ഇല്ലാതാക്കിയേ പറ്റൂ. അയ്യേ, നമ്മുടെ മോൾ എന്തിനാ കരയുന്നേ? നമ്മുടെ മോൾക്ക് രൂപയുടെ സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോകാമല്ലോ. നമ്മുടെ മോളും മരുമോനും കൂടെ അമേരിക്കയ്ക്ക് പോയി സുഖമായിട്ട് ജീവിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യും, നമ്മളും അവരോടൊപ്പം പോകുകയും ചെയ്യും. പിന്നെ എന്തിനാ നമ്മുടെ മോള് വിഷമിക്കുന്നത്? അത് കേട്ടതും അമേരിക്ക, ഷാരി, നിന്റെ മോളുടെ സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് സ്വപ്നം കാണുന്നേ? അമേരിക്ക അമേരിക്ക അമേരിക്ക. നമ്മുടെ മോളോ നീയോ ഞാനോ മനോഹർ പോലും അമേരിക്കയ്ക്ക് പോകില്ല. അങ്ങനെയുള്ളപ്പോഴാണ് സരയു പോകാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഏത് നേരം മോളോട് അമേരിക്കയ്ക്ക് പോകണം, നീ പോയിട്ട് വേണം ഞങ്ങളെ കൂടെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. എന്തൊരു പറച്ചിലാണ് നിങ്ങളീ പറയുന്നത്? സ്വന്തം മോളെക്കുറിച്ചാണോ നിങ്ങളീ പറയുന്നത്? നമ്മുടെ മോള് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ജീവിതം തകരുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല, മനസ്സിലായോ? എൻ്റെ ഷാരി, നീ അത് സഹിച്ചാലും സഹിച്ചില്ലെങ്കിലും എനിക്കിതേ പറയാനുള്ളൂ. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ മനോഹർ, അവനോടൊപ്പം നമ്മുടെ മോൾ ഒരിക്കലും അമേരിക്കയ്ക്ക് പോകില്ല. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, സത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പെടാപ്പാട് പെടുന്നേ. ഇല്ലെങ്കിൽ ആ കല്യാണിയെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? രൂപയുടെ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് അമേരിക്കയ്ക്ക് പോകാമായിരുന്നല്ലോ. അതിങ്ങേര് പറയുന്നത് ശരിയാണല്ലോ. പിന്നെ എന്തിനാ ഇങ്ങേര് മനുമോനെ കുറ്റം പറയുന്നേ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറ മനുഷ്യ. പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മോളെ കാത്തിരിക്കുന്നത് വലിയൊരു തകർച്ചയാണ്. ആ തകർച്ചയിൽ നിന്നും അവളെ രക്ഷിക്കാൻ എനിക്ക് കല്യാണിയെ കൊന്നേ പറ്റൂ. അവൾ തകർന്നിരിക്കുമ്പോൾ അവൾക്ക് താങ്ങായി കിരൺ ഉണ്ടാവണം കൂടെ. അത് കേട്ടതും കിടന്നോടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യ. എന്നിട്ടും അയാൾ എൻ്റെ മോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മോൾക്ക് എന്തെങ്കിലും തകർച്ച ഉണ്ടായാലുണ്ടല്ലോ അത് ഞാൻ സഹിക്കില്ല. എനിക്കത് സഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട, മനസ്സിലായല്ലോ? എൻ്റെ ഷാരി, എന്നെ ഒന്ന് വിശ്വസിക്കേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ നമ്മുടെ മരുമോനെ കുറ്റപ്പെടുത്തുകയോ നമ്മുടെ മോളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മോളുടെ ഭാവി നാളെ എന്തായി തീരുമെന്ന് ഓർത്തിട്ടാ എൻ്റെ ടെൻഷൻ. അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എൻ്റെ മോള് സന്തോഷമായിട്ട് തന്നെ ജീവിക്കും, കല്യാണിയേക്കാൾ സന്തോഷമായിട്ട്. എന്തായാലും രൂപയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണല്ലോ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതും എൻ്റെ മോൾ ഇത്രയൊക്കെ സഹിക്കുന്നതും. രൂപയുടെ സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് സമാധാനമായിട്ട് അമേരിക്കയ്ക്ക് പോയി ജീവിക്കാം. പിന്നെ അമേരിക്ക, ഞാൻ പറഞ്ഞു അമേരിക്ക എന്ന് പറയണ്ടാന്ന്. നമ്മുടെ മോളോ നീയോ ഞാനോ ഒന്നും ഒരിക്കലും അമേരിക്കയ്ക്ക് പോകാൻ പോകുന്നില്ല. ഈ ജന്മത്ത് അങ്ങനെ ഒരു സ്വപ്നം നടക്കത്തുമില്ല. പിന്നെ രൂപയുടെ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മളാൽ പോയാലുണ്ട്. അത് കേട്ടത് ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. നിങ്ങൾക്കേ തലയ്ക്ക് പ്രാന്ത. അടിയും കൂടെ കിട്ടിയപ്പോൾ അത് കൂടി, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ഷാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഷാരി പോയി കഴിഞ്ഞതും എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെ ഇവളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ. എന്താ ഇപ്പം ചെയ്യുക? എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ഷാരിയോട്. ഇതെങ്ങനെ പറയുമെന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞാലും അവളത് വിശ്വസിക്കത്തുമില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? നാളെ മനോഹർ എന്ന് പറയുന്നവൻ ചതിക്കുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ പിടികിട്ടിക്കോളും. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ? ഭഗവാനെ, എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് ഞാൻ കല്യാണിയെ കൊല്ലാൻ നോക്കുന്നത്. കല്യാണി എന്ന് പറഞ്ഞവൾ മരിക്കണം. അവൾ മരിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവും. എൻ്റെ മോക്കൊരു ജീവിതം ഉണ്ടാവും. എൻ്റെ മോക്ക് കിട്ടേണ്ട ജീവിതം അവൾ തട്ടിയെടുത്തത്. അതുകൊണ്ട് ആ കല്യാണി അവളുടെ മോനും ഇല്ലാതാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിക്കുക. ഈ സമയം മനോഹറും സരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അച്ഛന് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ സരയു. എന്ത് ചെയ്യാനാ മനുവേട്ടാ? അച്ഛൻ ആ കല്യാണിയെ കൊല്ലാൻ പോയെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ശിക്ഷ സേനം കൊടുത്തത്. എൻ്റെ മോളെ ആരെയും കൊല്ലാൻ പാടില്ല, അതൊക്കെ പാവമാണ്. നമ്മളങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാ. മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനൊന്നും നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തിരിച്ചടി കിട്ടുന്നത് നമുക്കായിരിക്കും. ചിലപ്പോൾ എല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയായിരിക്കും നിൻ്റെ അച്ഛൻ. പക്ഷെ എന്ന് കരുതി ആ തിരിച്ചടി നിൻ്റെ അച്ഛനെ തന്നെ കിട്ടിയത് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ചെയ്യാൻ പോകണ്ടെന്ന് മനസ്സിലായോ? അത് കേട്ടതും ഇല്ല മനുവേട്ടാ, എന്നാലും ആ കല്യാണിക്ക് എത്ര ആയുസാന്ന് വിചാരിക്കുമ്പോൾ മനുഷ്യന് ഒരു സമാധാനം കിട്ടുന്നില്ല. ഓ, അവളുടെ ആയുസിന് വല്ലാത്തൊരു കട്ടി തന്നെയാ. എന്തൊരു കട്ടി അവളുടെ ആയുസിന്! എത്രയൊക്കെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവളാണെങ്കിൽ ചാകുന്നുമില്ല. മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ മനുവേട്ടാ. അവൾ ജീവിച്ചോട്ടെ, എന്തിനാ അവളെ കൊല്ലുന്നേ? അവളെക്കാൾ നല്ലൊരു ജീവിതമല്ലേ മോക്ക് കിട്ടിയിരിക്കുന്നേ? എന്നെപ്പോലെ നല്ലവനായ ഒരു ഭർത്താവ്, അങ്ങനെ എല്ലാം ഉള്ളപ്പോൾ മോളെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ദേ മോളു, ഞാനൊരു കാര്യം പറയാം. മോളുടെ അച്ഛനും അമ്മയും ചിന്തിക്കുന്ന റൂട്ട് വേറെയാ. ഒരാളെ കൊല്ലണമെന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റാ മോളു. നമ്മളും അതുപോലെയൊക്കെ ചെയ്താൽ നാളെ നമ്മുടെ കുഞ്ഞിനും അതുപോലെ വല്ല ആപത്തും വന്ന് സംഭവിച്ച് എന്ത് ചെയ്യും? അതുകൊണ്ട് വേണ്ട മോളു, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അത് മനുവേട്ടൻ പറഞ്ഞാൽ ശരിയാ. നാളെ നമ്മൾ കല്യാണിയെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ദൈവം ചിലപ്പോൾ ആ ശിക്ഷ നമുക്കായിരിക്കും തിരിച്ചു തരുന്നെങ്കിലോ? വേണ്ട, ഞാനൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല. എനിക്ക് പേടിയാ. അതേ മോളൂ, ഒരാളെ കൊന്നിട്ടല്ല ജയിച്ച് കാണിക്കേണ്ടത്, അയാളുടെ മുൻപിൽ നിന്ന് നേർക്ക് നേർ നിന്ന് ജയിച്ച് കാണിക്കണം. അതാണ് യഥാർത്ഥ മനുഷ്യൻ. മനസ്സിലായോ? എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം മറ്റൊരിടത്ത് പ്രകാശനെയും മൂങ്ങയാണ് കാണിക്കുന്നത്. രണ്ടുപേരും പണിയൊന്നും ചെയ്യാതെ കുത്തിയിരിക്കുക. അപ്പോൾ ദേവകിയമ്മ വരിക. അതെ, എന്താ ഉദ്ദേശം? എന്താ ഇവിടുത്തെ പണിയൊന്നും എടുക്കുന്നില്ലേ? എല്ലാ പണികളും ചെയ്യാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്താ വെറുതെ കുത്തിരിക്കുന്നേ? വീണ്ടും പോണോ ജയിലിലേക്ക്? അത് കേട്ടത് ഞങ്ങൾ ചെയ്തോളാം. അല്ല ദേവകിയമ്മേ, ആദ്യമൊക്കെ ഞങ്ങളോട് നിങ്ങൾക്ക് നല്ല സ്നേഹമായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ പറ്റിയത്? എൻ്റെ മോളുടെ കരണ തടിച്ച് നിങ്ങളെ ഞാൻ സ്നേഹിക്കണോ? ഞാൻ പോലും അവളെ ഇതുവരെ അടിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ അടിക്കാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നത്? പറ എന്നും ദേവകിയമ്മ ചോദിക്കുക. അത് പിന്നെ അവൾ ഇത്തിരി അഹങ്കാരത്തോടെ സംസാരിച്ചപ്പോൾ ഒന്നടിച്ചു പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? എൻ്റെ മോൾ ഇതുവരെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല. അവളെ എന്നും നല്ല മിടുക്കിയായിട്ട് തന്നെ ഞാൻ വളർത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൾ എങ്ങനെയാണ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ഇത്തിരി ജോലി ചെയ്യാൻ എന്നെ സഹായിക്കാൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ? അത് അഹങ്കാരമാണോ? ഒരിക്കലുമില്ല. സ്വന്തം അമ്മയെ സഹായിക്കണമെന്ന് മകൾക്ക് തോന്നി, അതുകൊണ്ട് മകളെ കൊണ്ട് പറ്റാത്തത് നിങ്ങളോട് പറഞ്ഞു. അല്ലെങ്കിലും നിങ്ങളെ ഇപ്പോൾ ഈ വീട്ടിലെ ഭാരം. അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ നിന്ന് താമസിക്കണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിലും അടുക്കളപ്പണിയും വീട്ടിലെ പണിയും ചെയ്തേ പറ്റൂ. എന്നോട് ഇങ്ങനെ കൂടുതൽ കളിക്കാതെന്നാലുണ്ടല്ലോ, വീണ്ടും എൻ്റെ മോളോട് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുക്കും. ആ സിയെ നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകാൻ റെഡിയായി നിൽക്കുക. നിങ്ങൾ അടിച്ചാലും അയാൾക്കടെ കലിപ്പ് തിരുന്നില്ലെന്ന് അയാൾ പറഞ്ഞേ. നിങ്ങൾ അടിക്കാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ദേവകിയമ്മേ, വേണ്ട, എൻ്റെ മോനെ ഇനിയും പോലീസ് ലോക്കപ്പിലാക്കരുത്. മോനെ മാത്രമല്ല, നിങ്ങളെയും ആക്കും കളവി. നിങ്ങളും നിങ്ങളുടെ കൊച്ചുമോനും നിങ്ങളുടെ മോനും എല്ലാം ലോക്കപ്പിൽ കിടക്കണം. എന്നിട്ട് പോലീസുകാരുടെ അടി കൊള്ളണം. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. നിങ്ങളെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നിങ്ങളോട് ഞങ്ങൾ ഇതിനു വേണ്ടി എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തത് എന്നോടല്ല, നിങ്ങൾ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണം ആരാന്നറിയാമോ? ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷയേത്? ദൈവം എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? പാവപ്പെട്ട ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം തൊഴുത്തിലും ഒരു എന്താ പറയുക ഒന്നുമില്ലാതാക്കി കളഞ്ഞ ആളാണ് നിങ്ങൾ. പക്ഷേ ദൈവം ആ കൊച്ചിന് കൂട്ടുണ്ടായതുകൊണ്ടാണ് ഇന്ന് ആ കൊച്ചിൻ്റെ ജീവിതം നല്ല നിലയിൽ നിൽക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ആ കൊച്ചിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളെ ഒന്നും ദൈവം വെറുതെ വിടില്ല. എത്രയൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും ദൈവം നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും പ്രകാശൻ, എന്തിനാ ഞങ്ങളോടും ഇങ്ങനെ വെറുതെ ഒക്കെ പറയുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ ആ പാവം പിടിച്ച കല്യാണി മോളോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ മോള് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയണ്ട. കല്യാണി മോളെ കോടതിയിൽ വെച്ച് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പുണ്ടാവില്ല. ആ കൊച്ചിനോട് ചെയ്ത പാപത്തിന് മര്യാദയ്ക്കൊന്ന് ജോലി ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേവകിയമ്മ അങ്ങ് പോയി. ദേവകിയമ്മ പോയി കഴിഞ്ഞും പ്രകാശൻ, എല്ലാത്തിനും കാരണക്കാരി അവളാമ്മേ, ആ കല്യാണി. അതേ മോനെ, അവൾ ഒറ്റൊരുത്തി എല്ലാത്തിനും കാരണം. അവളുടെ കയ്യിൽ നിറയെ പണമുണ്ട്, നമ്മുടെ മോൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മോനെ എല്ലാവരും കൂടെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്. എന്തായാലും പണമുള്ള കല്യാണിക്ക് ഒരുപാട് അഹങ്കാരം കൂടി. പണ്ടത്തെ കല്യാണിയല്ല അവള്. പണ്ടവൾ എന്നെ കണ്ട പേടിച്ച് മാറി നിൽക്കും. പക്ഷെ ഇപ്പോൾ എൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം ആരാ?
പണം മാത്രമാണ്. അതുപോലെ നമ്മുടെ മോൻ്റെ കയ്യിലും പണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെയും എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഭയങ്കര ബഹുമാനത്തോടുകൂടി തന്നെ സംസാരിക്കും. പക്ഷേ ആ പണം അവൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കല്യാണിയുടെ കയ്യിലുള്ള എല്ലാ പണവും തട്ടിയെടുത്ത് നമ്മുടെ മോന് കൊടുക്കണം. അതിനുശേഷം അവൻ സുഖമായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അമ്മേ. അതൊക്കെ നടക്കുവാടാ മക്കളെ, നടക്കണം. അത് നടന്നേ പറ്റൂ. എന്തായാലും നമ്മുടെ മോനും സുഖമായിട്ട് ജീവിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ആൾക്കാരല്ലേ നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് മോനെ അമ്മയെ സഹിക്കാൻ പറ്റുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് നമ്മുടെ മോൻ ഇത്രയും തരം താഴ്ന്ന് ഒരു പെണ്ണിൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി പണം തന്നെയാണ്. പണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മോനും തല ഉയർത്തിപ്പിടിച്ച് നടക്കായിരുന്നു. പണം ഉണ്ടായിരുന്നെങ്കിൽ അവനിന്ന് കള്ളനും പെരുങ്കള്ളനും ഒന്നും ആവില്ലായിരുന്നു എന്നും പറഞ്ഞ് പ്രകാശൻ കലിപ്പിലിങ്ങനെ ഇരിക്കുക. ഇത് കേട്ടത് മൂങ്ങയും ആലോചിക്കണം. അതെ, അത് ശരിയാ, പ്രകാശൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും പണം ഉണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. പണം ഉള്ളതുകൊണ്ട് പോലീസുകാർ പോലും മര്യാദ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശനും വീണ്ടും സംസാരിക്കണം. ഇതേ സമയം സരയുവിനോട് മനോഹർ ഉപദേശിക്കുക, അതേ മോളു, ഞാനൊരു കാര്യം പറയാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും മോള് കല്യാണിയോ കിരണിനെയോ കൊല്ലാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകരുത്. അങ്ങനെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ശരി മനോട്ടാ. പിന്നെ ആൻറ്റിയുടെ സ്വത്തുക്കൾ കിട്ടിയാൽ ഉടനെ നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോളുടെ അച്ഛനായിട്ട് തന്നെ എന്തെങ്കിലും അപകടം വരുത്തി വെക്കും. ചന്ദ്രസേനൻ്റെ കുടുംബത്തിൽ പോയി കളിച്ചാൽ ചന്ദ്രസേനൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ചന്ദ്രസേനാണെങ്കിൽ ഭാര്യയും മക്കളെന്ന് വെച്ചാൽ ജീവനാ. ഇപ്പം തന്നെ കല്യാണിക്ക് കുഴിച്ച കുഴിയിൽ വീണതാരാ? ആ കുഴി കുഴിച്ച ആൾ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കാര്യത്തിലും മോളെ ഇടപെടണ്ട. നാളെ ആ ചന്ദ്രസേനൻ വന്ന് മോളെ ശരിയാക്കും. അതെനിക്കറിയാൻ മനോട്ടാ. എന്നാൽ പിന്നെ ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന കേൾക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനോഹർ മുകളിലേക്ക് പോയി. കോളിംഗ് ബെല്ലടിക്കുന്ന കണ്ടതും നമ്മുടെ സരയു പോയി വാതിൽ ഉറക്കാണ്. വാതിൽ ഉറന്നതും സരയു ഞെട്ടിപ്പോയി. വന്നത് മറ്റാരുമല്ല, CS ആണ്. CS-നെ കണ്ടതും സരയു ഒന്നും മിണ്ടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താടി നോക്കുന്നേ? നിന്റെ തന്താകത്തില്ലേ? അത് കേട്ടത് ഉണ്ട്, അച്ഛനകത്തുണ്ട്. അച്ഛനെ എന്തിനാ തല്ലിച്ചതച്ചത്? തല്ലിച്ചതച്ചത് എന്തിനാന്ന് നീ അവനോട് തന്നെ ചെന്ന് ചോദിക്ക്. എന്തായാലും അവൻ്റെ ജീവിതം ഇനി ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അതൊന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എന്നെയോ എൻ്റെ മക്കളെയോ എൻ്റെ ഭാര്യയോ എന്തെങ്കിലും ചെയ്യാൻ അവൻ ശ്രമിച്ചാൽ അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. അവൻ മാത്രമല്ല, അവന് വേണ്ടപ്പെട്ടവരും. അതുകൊണ്ട് അവനിത് കൊടുത്ത വാണിങ് മാത്രമാണ്. പല പ്രാവശ്യമായി ഞാൻ അവന് വാണിങ് കൊടുക്കുന്നു. ഇനിയും വീണ്ടും വീണ്ടും അവൻ വന്ന് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനിനി ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. നീയൊക്കെ അവനില്ലാതിരുന്ന് കഷ്ടപ്പെടേണ്ടി വരും, മനസ്സിലായോ എന്നും പറഞ്ഞ് CS നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.